നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ ജൂഡിറ്റ് ആത്ലസിൻ്റെ കൂടെ അവൈധത്തിലിരുന്ന കാര്യം എല്ലാവർക്കും അറിഞ്ഞ് എല്ലാവരും കൂടെ ജൂഡിറ്റിൻ്റെ ചെവി ഇങ്ങനെ മുറിച്ച് മാറ്റും. പിന്നെ അതിനുശേഷം ഫ്ലോക്കി ആത്ലസിനെ ആരും കാണാതെ കോടാലിയും കൊണ്ട് വെട്ടിക്കൊല്ലും. പിന്നെ അതിനുശേഷം റാഗ്നർ തനിക്ക് ഇഷ്ടപ്പെട്ട ആത്ലസിനെ ഒറ്റയ്ക്ക് തോളിൽ ചുമന്നു കൊണ്ടുപോയി ഇങ്ങനെ അടക്കം ചെയ്യും. അപ്പോൾ റാഗ്നർ അവസാനമായിട്ട് ആത്ലസിനോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടാവും, സുഹൃത്തെ എന്നോട് ക്ഷമിക്കി, ഞാൻ ഇതുവരെ ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, ഞാൻ ഇനിമേൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഈ സീനൊക്കെ രോമാഞ്ചമായിട്ടുള്ള സീനാണ്. ഇവിടെ വെച്ചാണ് കഴിഞ്ഞ എപ്പിസോഡ് കഴിയുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് എവിടെ വെച്ചാണോ അവസാനിക്കുന്നത് അവിടെ വെച്ച് തന്നെയാണ് ഈ എപ്പിസോഡും തുടങ്ങുന്നത്. വൈക്കിംഗ് സീസൺ 3 എപ്പിസോഡ് 7 പാരീസ്. തുടക്കത്തിൽ തന്നെ കിങ് റാഗ്നർ പാരീസ് എന്ന് പറയുന്ന നഗരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ വലിയൊരു വൈക്കിംഗ് സൈന്യവുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റാഗ്നറിൻ്റെ കഴുത്തിൽ തന്നെ ആത്ലസിൻ്റെ കുരിശുമാലയുണ്ട്. ഇവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ദൂരത്തിൽ നിന്ന് ഒരാളിങ്ങനെ നോക്കുകയാണ്. ഇദ്ദേഹമാണ് പാരീസ് രാജ്യത്തിൻ്റെ പടത്തലപതി. ഇദ്ദേഹത്തിൻ്റെ പേരാണ് കൗണ്ട് ഓഡോ. ഇപ്പോൾ അവരുടെ രാജ്യം ആക്രമിക്കപ്പെടാൻ പോവാണെന്ന് അറിഞ്ഞതും പാരീസിലുള്ള ജനങ്ങളൊക്കെ ഭയന്ന് വിറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൗണ്ട് ഓഡോ പാരീസിലുള്ള കിങ്ങിനോട് പോയി സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇദ്ദേഹമാണ് എംപറർ ചാൾസ് മൂന്നാമൻ. കൗണ്ട് ഓഡോ ഇതുപോലെ നോർത്ത് മാൻസ് വരാൻ പോവാണ് എന്നുള്ള കാര്യം മുൻകൂറായിട്ട് തന്നെ അറിഞ്ഞിട്ട് വന്നിങ്ങനെ പറയും. ഫ്രാൻസിലുള്ള പ്രഭുക്കന്മാരും മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഞാൻ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, അവരുടെ നഗരങ്ങൾ കൂടുതലായിട്ട് സുരക്ഷിതമാക്കണം, നദികളെല്ലാം സുരക്ഷിതമാക്കണമെന്ന്. ആരും തന്നെ ഞാൻ പറഞ്ഞത് വിശ്വസിച്ചില്ല. ഇപ്പോൾ നോർത്ത് മാൻസ് അവരെല്ലാവരെയും കിടന്ന് പാരീസ് വരെയും എത്തിയിരിക്കുന്നു. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമ്മുടെ പാരീസിൻ്റെ സൈന്യം സജ്ജമാണ്. അടുത്ത വേനൽക്കാലത്തേക്ക് വേണ്ട ആഹാര പദാർത്ഥങ്ങളും വിളവെടുപ്പും എല്ലാം കരുതിയിരുന്നോളൂ എന്ന് പറയും. ഇപ്പോൾ എംപറർ ചാർലസ് ഒരു പരിധിവരെ ഇതൊരു ആശ്വാസം തരുന്ന വാക്കാണ്. അപ്പോൾ കൗണ്ട് ഓഡോ, ഇപ്പോഴും വൈകിട്ടില്ല, അങ്ങ് നഗരം വിടണം, നിങ്ങളെ രക്ഷിക്കാൻ ഇവിടെയുള്ള പലരും എന്നോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരമൊരു സാഹചര്യത്തിൽ ഞാൻ ഇവരെല്ലാവരും ഉപേക്ഷിച്ച് പോയാൽ ഇവർക്കെല്ലാവർക്കും എൻ്റെ മേലുള്ള വിശ്വാസം പോവില്ലേ, ഇവരെല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും, എനിക്കൊന്ന് ആലോചിക്കണം കൗണ്ട് ഓഡോ എന്ന് പറയും. എപ്പോൾ അദ്ദേഹത്തിൻ്റെ മോളുടെ അടുത്ത് പോകും. ഇവളുടെ പേരാണ് പ്രിൻസസ് ഗിസ്ല. കൗണ്ട് ഓഡോ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ ഈ പാരീസ് വിട്ട് പോകണമെന്ന് പറഞ്ഞ് പറയും. അപ്പോൾ ഗിസ്ല, അച്ഛൻ അദ്ദേഹത്തോട് പറയണം, എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അച്ഛ, നമ്മൾ നമ്മുടെ ജനങ്ങളെ ഉപേക്ഷിച്ച് പോവില്ല, നമ്മൾ ഇവിടെ തന്നെ നിൽക്കും, നമ്മുടെ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കും എന്ന് പറയും. ഇത് തന്നെയായിരിക്കും അച്ഛനും ആഗ്രഹിക്കുന്നത് എനിക്കറിയാമെന്ന് പറയും. അപ്പോൾ എംപറർ ചാർലസും മോള് പറയുന്നത് അങ്ങനെ അനുസരിച്ച് അങ്ങനെ പോവും. അദ്ദേഹം പിന്നെയും സഭയിലോട്ട് വന്ന്, കൗണ്ട് ഓഡോ, ഞാൻ തീരുമാനിച്ചു, ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ നഗരം ഉപേക്ഷിച്ച് പോകാൻ എനിക്ക് കഴിയില്ല. അടുത്ത കുറച്ച് ദിവസത്തേക്കോ കുറച്ച് ആഴ്ചകളിലേക്കോ നമ്മളിൽ എല്ലാവരുടെയും വിധി പരീക്ഷിക്കപ്പെടും. നമ്മളിൽ ഒരാൾ പോലും പക്ഷെ ധൈര്യം കൈവിടാൻ പോകുന്നില്ല. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു, അദ്ദേഹം നമ്മളെ കൈവിടില്ല. കൗണ്ട് ഓഡോ, നിങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു വലിയൊരു ദൗത്യമാണ്. ഒരുപാട് ക്രിസ്ത്യാനികളുടെ പ്രതീക്ഷയാണ് നിങ്ങൾ. അപ്പോൾ കൗണ്ട് ഓഡോ, ഈ ഉത്തരവാദിത്തം ഞാൻ പ്രതീക്ഷയോടുകൂടിയും പൂർണ്ണ മനസ്സോടുകൂടിയും ഏറ്റെടുക്കുന്നു. അങ്ങയോടും ജീസസ് ക്രിസ്റ്റിനോടും ഇത്തരമൊരു പ്രതീക്ഷ പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷം. എന്നാലും ലോർഡ്, ഞാനൊന്ന് ചോദിച്ചോട്ടെ, അങ്ങയുടെ സഹോദരനോടും നമുക്കൊരു സഹായം ആവശ്യപ്പെട്ടാലോ? ഇത്തരമൊരു സാഹചര്യത്തിൽ ഉറപ്പായും അദ്ദേഹം സൈന്യത്തെ അയക്കും. അപ്പോൾ ഇദ്ദേഹം, എൻ്റെ സഹോദരന്മാർ ഒരാളോട് പോലും ഞാൻ സഹായം ചോദിക്കില്ല, അവരെല്ലാവരെയും കാളും ഏറ്റവും മികച്ചത് ഞാൻ തന്നെയാണെന്ന് എനിക്ക് തെളിയിക്കണം കൗണ്ട് ഓഡോ. ഈ നോർത്ത് മാൻസ് അതിനൊരു അവസരം മാത്രമാണ്. ഇവരെ ഞാൻ പരാജയപ്പെടുത്തിയിരിക്കും. ഞാൻ എൻ്റെ മുത്തശ്ശൻ ഗ്രേറ്റ് ഷാർലമാങ്ങിൻ്റെ പിൻഗാമിയാണെന്ന് എനിക്ക് തെളിയിക്കണം. നമ്മുടെ നോർത്ത് മാൻസ്, അതായത് വൈക്കിങ്സ്, എപ്പോഴും പോലെ തന്നെ പാരീസിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂടാരമൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. റോളോയുടെ നേതൃത്വത്തിൽ 2 കപ്പൽ മാത്രം പാരീസിൻ്റെ ചുമരിൻ്റെ അടുത്തേക്ക് പോയതും അപ്പം തന്നെ അവർ പാരീസിൻ്റെ സൈനികർ ഇവരെ നോക്കി ഇങ്ങനെ അമ്പ് ചെയ്യും. അപ്പം തന്നെ നമ്മുടെ വൈക്കിങ്സ് ഷീൽഡ് വാൾട്ട് അങ്ങനെ തടയും. റോളോയെ അപ്പം തന്നെ തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ പോകും. അതായത് ഇവരൊന്ന് പരിശോധിച്ച് നോക്കിയതാണ് ഇവരുടെ യുദ്ധതന്ത്രം എങ്ങനെയാണ് എന്ന് പറഞ്ഞ് പാരീസിലേക്ക് കിടക്കുന്നത് ഭയങ്കര കഷ്ടമായിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നു. എവിടെ വെക്സസിൽ കിങ് എഗ്ബത്ത് അദ്ദേഹത്തിൻ്റെ മോൻ എത്തൽ വുൾഫിനോട്, ജൂഡിറ്റി കിങ് ഏലയുടെ മോളാണല്ലോ, അവളുടെ അച്ഛനെ പറ്റി അവൾക്ക് എന്താണ് അഭിപ്രായം? നമ്മൾ ഏലയെ പരാജയപ്പെടുത്താനായിട്ട് തീരുമാനിച്ചാൽ എന്തായിരിക്കും അവളുടെ പ്രതികരണം? സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അച്ഛ? തീർച്ചയായും, അല്ലാതെ പിന്നെ എങ്ങനെയാണ് ഞാൻ കിങ്ങുകളെല്ലാവരുടെയും കിങ് ആവുന്നത്? മുഴുവൻ ഇംഗ്ലണ്ടിൻ്റെയും കിങ് ആവേണ്ടേ? അതിന് ഞാൻ അയാളെ പരാജയപ്പെടുത്തിയേ തീരൂ. എനിക്കറിയേണ്ടത് നിൻ്റെ ഭാര്യയുടെ നിലപാടാണ്. ജൂഡിൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അവർ തമ്മിൽ അത്ര വലിയ അടുപ്പത്തിലൊന്നും അല്ല എന്നാണ്. എനിക്കത്രയും അറിഞ്ഞാൽ മതി. എന്തെങ്കിലുമൊക്കെ പദ്ധതി ഉണ്ടോ? ചില പദ്ധതികളൊക്കെ ആലോചനയിലുണ്ട്. സംഘർഷം സൃഷ്ടിച്ചാലോ, ചിലപ്പോൾ കൊലപാതകങ്ങൾ തന്നെ ചെയ്താലോ എന്ന് വരെ ആലോചനയിലാണ്. ദൈവമേ അച്ഛ, ഏല, അദ്ദേഹം നിങ്ങളുടെ സുഹൃത്താണ്. ഹേയ്, എൻ്റെ സുഹൃത്തൊന്നുമില്ല, എനിക്കങ്ങനെ ആരോടും സൗഹൃദ ബന്ധമൊന്നുമില്ല, അതാണ് നല്ലത് എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജൂഡിറ്റ് ഇങ്ങനെ അവളുടെ കുഞ്ഞിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരും. അതായത് ആറ്റ്ലസിൻ്റെ കുഞ്ഞിനെ.
അപ്പോൾ തന്നെ കിങ് എഗ്ബത്ത് വാ വാ ആൽഫ്രണ്ട് നിന്റെ മുത്തശ്ശൻ നിന്നൊന്ന് എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ എടുത്തിട്ട് നല്ല മിടുക്കൻ കുഞ്ഞ് എങ്ങനെയാണ് അവനെ കൂടി ഇതൊക്കെ സാധിച്ചു. അപ്പോൾ ജൂഡിറ്റ് ആർക്ക് ആത്ലസ്റ്റൺ അല്ലാതെ വേറെ ആര് ആ പാത്തൽ വുൾഫ്. അവൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് നല്ലതായിട്ട് ദേഷ്യം വരുന്നു. വീണ്ടും വീണ്ടും എന്തിനാണ് അവൻ്റെ പേര് എന്നെ ഓർമ്മയിൽപ്പെടുത്തുന്നത്. ഈ വൃത്തികെട്ട മതബോധകൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ ഭാര്യ അവന് വേണ്ടി കിടന്നു കൊടുത്തല്ലോ എന്ന് പറഞ്ഞ് ജൂഡിറ്റിനെ ആത്ലസ്റ്റൺ ഇങ്ങനെ തെറി വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പം തന്നെ അവൻ്റെ അച്ഛൻ അവൻ്റെ മുഖത്തിനൊന്ന് കൊടുത്തിട്ട് മിണ്ടാതെ ഇവിടെ നിന്ന് പോടാ എന്ന് പറഞ്ഞിങ്ങനെ അയച്ചു വിടും. കിങ് റാഗ്നർ ഇവിടെ കൂടാരത്തിലിരുന്ന് വലിയ മലമ്പാമ്പിൻ്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്ലോക്കി അടുത്ത് വന്നതും റാഗ്നറെ ആത്ലസ്റ്റൺ എനിക്കിപ്പം വേണമായിരുന്നു എന്ന് തോന്നുന്നു, അവൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമായെന്ന് എന്ന് പറഞ്ഞ് പറയും. അപ്പോൾ ഫ്ലോക്കി നിന്റെ കഴുത്തിൽ അവൻ്റെ കുരിശുമാല ഉണ്ടല്ലോ, ഇപ്പോഴും അവൻ്റെ സാന്നിധ്യം ഇവിടെ തന്നെ ഉണ്ട്, അവനില്ലാതെ തന്നെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പോൾ റാഗ്നർ അതെ, ഇനി അതല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിങ്ങനെ പോകും. റാഗ്നർ ഇങ്ങനെ പറയുമ്പോൾ ഫ്ലോക്കിയുടെ മുഖമൊക്കെ ഇപ്പോൾ ഒരുമാതിരി ഇങ്ങനെ ദേഷ്യത്തിലാണ്. ഇവിടെ ജൂഡിറ്റ് ചെയ്ത തെറ്റിന് ലോർഡ് ആത്തൽവോൾഫ് ജീസസ് ക്രിസ്റ്റിനോട് എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് ചാട്ടവാറ കൊണ്ട് സ്വയം തന്നെ നന്നായിട്ട് ഇങ്ങനെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ചോരയൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വരും. ഇപ്പോൾ അവിടേക്ക് ഒരു നോബൽ വരും. ഇതിനു മുൻപ് മേഴ്സിയുടെ ഭരണാധികാരിയായിട്ട് ക്യൂൻ കുന്തനത്തിനെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വെക്സസിൽ നിന്ന് കുറച്ച് നോബൽസിനെയൊക്കെ അയച്ചു വിട്ടിട്ടുണ്ടായിരുന്നു കൂട്ടുഭരണം ചെയ്യാനായിട്ട്. പക്ഷേ ഇപ്പോൾ കുന്തനത്തെ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ വെക്സസിൽ നിന്ന് വന്ന ആ നോബൽസ് എല്ലാവരെയും കൊന്ന് തള്ളിയിരിക്കുകയാണ്. ബാക്കി ഈ ഒരേ ഒരു നോബലിനെ മാത്രം ഇങ്ങനെ വിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു നോബൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറയും. എന്നിട്ട് ആ നോബൽ അങ്ങനെ മരിക്കും. എവിടെ റാഗ്നർ ഫ്ലോക്കിൻ്റെ അടുത്ത് ശരിയാണ്, ഈ അടുത്തായിട്ട് നമ്മൾ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ തെറ്റ് എൻ്റെ തന്നെ ആവാം, എൻ്റെ പുതിയ മാറ്റങ്ങളായിരിക്കാൻ കാരണം. പക്ഷേ ഇപ്പോൾ നീ അറിയണം ഫ്ലോക്കി, ഇപ്പോഴും എനിക്ക് നിൻ്റെ സഹായം ആവശ്യമാണ് ഏറ്റവും കൂടുതൽ. നിനക്ക് തന്നെ അറിയാം എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം നിന്നെ തന്നെയാണെന്ന്. അത് കാരണം കൊണ്ട് നീയാവണം നമ്മുടെ ഈ ആക്രമണത്തിൻ്റെ പടനായകൻ, നിൻ്റെ നേതൃത്വത്തിൽ ആയിരിക്കണം എന്ന് പറഞ്ഞ് റാഗ്നർ ഫ്ലോക്കിക്ക് ഒരു ഉത്തരവാദിത്വം കൊടുക്കും. ഫ്ലോക്കിക്കും ഒരു പ്രാധാന്യം കൊടുക്കും. ഈ പ്രാധാന്യം ഇത്രയും കാലമായിട്ട് റാഗ്നർ ആത്ലസ്റ്റനാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതൊന്നും ഫ്ലോക്കിക്ക് അത്ര വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ റാഗ്നറിൻ്റെ പ്രാധാന്യം ഫ്ലോക്കിക്ക് കിട്ടി. ഇപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്, നമ്മളെങ്ങനെയാണ് പാരീസിനെ ആക്രമിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ്. അപ്പോൾ റോളോ പറയും, നമ്മളിൽ ഒരു ചിലരെ നദിയിൽ നിന്ന് നിരീക്ഷിക്കാനായി ഏൽപ്പിച്ചിരിക്കുന്നു, അതും അവരുടെ പദ്ധതി പ്രകാരം. ഇതേ സമയത്ത് നമ്മൾ രണ്ട് പക്ഷത്തു നിന്ന് ആക്രമിക്കണം, അതായത് കരയിൽ നിന്നും നദിയിൽ നിന്നും ഒരേ സമയം. ഒരു പക്ഷത്ത് ലഗാത്ത, എർലൻഡർ, കാൾഫ് ഇവരെല്ലാവരും കൂടെ പോയി പാരീസിനെ ബന്ധിപ്പിച്ചിരിക്കുന്ന ആ പാലം പോയിട്ട് ആക്രമിക്കാനായിട്ട് പോവാണ്. അതും കരവഴി പോയിട്ടാണ് ആക്രമിക്കാനായിട്ട് പോകുന്നത്. വേറൊരു വൈക്കിംഗ് പോരാളികൾ കപ്പലുകളൊക്കെ എടുത്തിട്ട് നദിയിലൂടെ പോയിട്ട് പാരീസിൻ്റെ ചുമരുകളൊക്കെ പോയിട്ട് ആക്രമിക്കാനായിട്ട് പോവുകയാണ്. പാരീസിൻ്റെ ചുമരുകളൊക്കെ നല്ല ഉയരം കൂടുതലാണ്. അത് കാരണം കൊണ്ട് ഇതിനെ ആക്രമിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ വലുതായിട്ട് എന്തെങ്കിലുമൊക്കെ വേണം. അതിനായിട്ട് കപ്പൽ നിർമ്മാതാവും ആശാരിയുമായിട്ടുള്ള ഫ്ലോക്കി ഇതൊക്കെ ചെയ്യാനായിട്ട് പറയും. അപ്പോൾ ഫ്ലോക്കി എപ്പോഴും പോലെ ഇങ്ങനെ ചിരിച്ചിട്ട് ആ കാര്യത്തിൽ പേടിക്കേണ്ട റോളോ, മതിൽ കയറാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടാൽ നീ ഞെട്ടിപ്പോകും, ഉറപ്പ്, ഇനി കളി കാത്തിരുന്ന് കണ്ടോ എന്ന് പറഞ്ഞ് ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാൻ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ എല്ലാവരും ഇല്ല എന്ന് പറഞ്ഞിങ്ങനെ സമ്മതിക്കും. ഫ്ലോക്കി ഇപ്പോൾ നല്ല ആവേശത്തിലും നല്ല സന്തോഷത്തിലുമാണ്. വലിയൊരു ഉത്തരവാദിത്തമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. എവിടെ കാത്തട്ടിൽ ആസ്ലോഗിൻ്റെ അടുത്ത് പൂർണ്ണ വന്ന് അവൾക്ക് ജനിച്ച കുഞ്ഞിനെ ഇങ്ങനെ കാണിച്ചിട്ട് ഇവളെ നിങ്ങൾ സ്വീകരിക്കണം, ഇവൾ നിങ്ങളുടെ ആൺമക്കളുടെ ഒപ്പം തന്നെ നിങ്ങളെ ആൺമക്കളുടെ കൂടെ തന്നെ വളരണം, ഇവളും ഒരു വൈക്കിംഗ് ആവണം. എന്താണെന്ന് വെച്ചാൽ പൂർണ്ണിൻ്റെ മുഖത്ത് ഇതുപോലെ മുറിവിൻ്റെ പാടുള്ളത് കാരണം കൊണ്ട് വലുതായാൽ ഈ കുഞ്ഞിന് പൂർണ്ണിന് ഇഷ്ടമല്ലാതാവുമോ എന്ന് പറഞ്ഞാണ്. അപ്പോൾ ക്യൂൻ ആസ്ലോഗ് ഇവൾ ഒരു വൈക്കിംഗ് ആയാലും അല്ലെങ്കിലും അതിനൊന്നും അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല, ഇപ്പോൾ ഇവൾക്ക് ആവശ്യം നിൻ്റെ സ്നേഹം മാത്രമാണ്, ഇവൾ എന്തായാലും വലുതായാൽ ഒരു അതിസുന്ദരിയായിട്ട് തന്നെ മാറും എന്ന് പറഞ്ഞിങ്ങനെ ഉപദേശിക്കും. ഇപ്പോൾ ഇവിടെ കിങ് എഗ്ബത്ത് ലോർഡ് ആത്തൽവുൾഫിനോട് മേഴ്സിയിലോട്ട് പോകാനായിട്ട് പറയും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ക്യൂൻ കുന്തനത്തിനോട് പോയി പറയാനായിട്ട് പറയും. കുന്തനത്ത് വെക്സസിൻ്റെ 6 നോബൽസിനെ അതിക്രൂരമായിട്ട് കൊന്നു. ഇതിനു മുൻപ് മേഴ്സിയിൽ കുറേ ആഭ്യന്തര പ്രശ്നങ്ങളും നിരന്തരം പ്രശ്നങ്ങളായിരുന്നു. മേഴ്സിക്ക് അത്ര ശക്തിയൊന്നും ഉണ്ടായിരുന്നില്ല, എപ്പോഴും അക്രമങ്ങളും യുദ്ധങ്ങളും മാത്രമായിരുന്നു. ആർക്ക് വേണമെങ്കിലും മേഴ്സിയെ വളരെ സുലഭമായിട്ട് തന്നെ പിടിച്ചെടുക്കാമായിരുന്നു. അപ്പോഴൊക്കെ മേഴ്സിയെ വന്ന് സഹായിച്ചത് വെക്സസ് മാത്രമാണ്. അത് കാരണം കൊണ്ട് മാത്രമാണ് ഇപ്പോഴും മേഴ്സിയിൽ സമാധാനത്തോടുകൂടി ജനങ്ങൾ ഇരിക്കുന്നത്. പക്ഷെ ക്യൂൻ കുന്തനത്ത് നമ്മുടെ നോബൽസിനെ ഇങ്ങനെ ചെയ്തത് ഒട്ടും ശരിയായില്ല. അവൾക്ക് ഞാൻ മാപ്പ് കൊടുക്കാം, പക്ഷെ എന്നാലും ഞാൻ അവളെ വെറുതെ വിടാൻ പോകുന്നില്ല. പക്ഷെ അവൾ എൻ്റെ മുന്നിൽ വന്ന് മാപ്പ് പറഞ്ഞ് കരഞ്ഞ് കെഞ്ചണം. അത് മാത്രമല്ലാതെ വെക്സസിൻ്റെ കീഴിലാണ് മേഴ്സിയ ഉള്ളത് എന്ന് അവൾ സമ്മതിക്കണം. ഇതിനൊന്നും അവൾ സമ്മതിച്ചില്ലെങ്കിൽ അവളോട് പറ, മേഴ്സിക്കെതിരായിട്ട് വെക്സസ് യുദ്ധം ചെയ്യും. ആ യുദ്ധത്തിൽ മേഴ്സിയെ പിടിച്ചടക്കുകയും ചെയ്യും. അങ്ങനെ പിടിച്ചടക്കിയ ഉടൻ തന്നെ ക്യൂൻ കുന്തനത്തിൻ്റെ 2 കൈകളും 2 കാലുകളും 4 കുതിരകൾ കെട്ടി ഓടാനായിട്ട് വിടും. അപ്പോൾ അവളുടെ ശരീരം തുണ്ടായിട്ട് മുറിഞ്ഞ് 4 ദിശകളിലും പോകും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ശിക്ഷ കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഞാൻ പറഞ്ഞതെല്ലാം നിനക്ക് മനസ്സിലായല്ലോ, ഇതുപോലെ പോയി അവളോട് പോയി പറ എന്ന് പറഞ്ഞ് അയച്ചു വിടും.
എവിടെ വൈക്കിങ്സ് കൂടാരമൊക്കെ അടിച്ചിരിക്കുന്ന സ്ഥലത്ത് ബിയാൻ ടോർവിയുടെ അടുത്ത് പോയിട്ട് എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇതിനു മുൻപ് നിന്റെ മേലെ താല്പര്യം കാണിച്ചതിന്. അപ്പോൾ ടോർവി, ഞാൻ നിന്റെ കുഞ്ഞൊന്നും ചുമയ്ക്കുന്നില്ല, പിന്നെ ഇതൊന്നും മനസ്സിലാക്കാൻ അറിയാത്തത്രയ്ക്ക് ഞാനൊന്നും ഒരു ചെറിയ കൊച്ചു കുഞ്ഞൊന്നുമല്ല, എനിക്ക് നിന്റെ മേലെ താല്പര്യം ഉണ്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ ബിയാൻ ഇങ്ങനെ ടോർവിക്ക് ഒരു നെക്ലസ് ഇങ്ങനെ സമ്മാനമായി കൊടുത്തിട്ട് ഇങ്ങനെ പോവും. ഇതിപ്പോൾ അവിടെയുള്ള ടോർവിയുടെ ഭർത്താവ് എർലൻഡർ കണ്ടിട്ട് ഈ നെക്ലസ് അങ്ങനെ നോക്കിയിട്ട് ഇതൊന്നൊരു വേശിക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് പറഞ്ഞ് അവളെ ഇങ്ങനെ അപമാനപ്പെടുത്തിയിട്ട് പോകും. അതേ ദിവസം രാത്രിയിൽ തന്നെ റാഗ്നർ തൻ്റെ കൂടാരം അടിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പാരിസിനെ ഇങ്ങനെ നോക്കും. രാത്രിയിൽ പാരിസിൻ്റെ ഭംഗി കണ്ടിട്ട് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. അത്രയും നല്ല ഭംഗിയുണ്ട് പാരിസ് കാണാനായിട്ട്. അടുത്ത ദിവസം രാവിലെ പാരിസിൻ്റെ കൊട്ടാരത്തിൻ്റെ മുന്നിൽ കൗണ്ടോഡോ വന്ന് എംപറർ ചാർലസിൻ്റെ മുന്നിൽ വന്ന് പറയും, നോർത്തോമാൻസ് നദീതീരവും പ്രതിരോധവും എല്ലാം നിരീക്ഷിക്കുന്നുണ്ട്, ഏത് നിമിഷം വേണമെങ്കിലും ആക്രമണം പ്രതീക്ഷിക്കാം. അപ്പോൾ പ്രിൻസസ് ഗിസ്ല, ഇവിടെ നിന്ന് ഞാൻ എവിടെയും പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, എനിക്ക് അങ്ങയുടെ കൂടെ തന്നെ നിന്നാൽ മതി, എനിക്ക് ഈ പാരിസിൽ തന്നെ നിൽക്കണം, ഇതാണ് എൻ്റെ ജന്മനാട്, ഈ നഗരത്തിലെ ജനങ്ങളെ എനിക്കറിയാം, അവിശ്വാസികളുടെ സൈന്യം അവരിൽ മരണഭയം ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ ഇവിടം വിട്ട് പോയാൽ അവരുടെ വിശ്വാസം പോവും, ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്നതുപോലെ പറയും. അപ്പോൾ എംപറർ ചാർലസ്, എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നു, ഞാൻ വിശ്രമിക്കാൻ പോവാണ് എന്ന് പറഞ്ഞു പോവും. ഇപ്പോൾ പ്രിൻസസ് ഗിസ്ല എങ്ങനെ പോകുമ്പോൾ കൗണ്ടോഡോ അവളുടെ പിന്നാലെ തന്നെ പോയിട്ട് പറയും, ഒരിക്കൽ നിങ്ങൾ എൻ്റെ വിവാഹ അഭ്യർത്ഥന നിരസിച്ചു, ശരിയാണ്, എനിക്ക് കൂടുതൽ സമ്പത്തുക്കളോ നേട്ടങ്ങളോ ഒന്നും ഇല്ലായിരുന്നു, പിന്നീട് ഞാൻ അറിഞ്ഞത് എന്നേക്കാൾ സമ്പന്നരും സമർത്ഥരുമായിട്ടുള്ള പലരുടെയും വിവാഹ അഭ്യർത്ഥന നിങ്ങൾ നിരസിച്ചു എന്നാണ്. അതെനിക്ക് വീണ്ടും ഒരു പ്രതീക്ഷ നൽകി, അതായത് ഈ യുദ്ധത്തിൽ ഞാൻ നോർത്തോമാൻസിനെ പരാജയപ്പെടുത്തിയാൽ പാരിസിൻ്റെ രക്ഷകനായി എനിക്ക് പല നേട്ടങ്ങളും പ്രശസ്തിയും നേടാൻ സാധിക്കും, നീ എന്നെ വീണ്ടും പരിഗണിക്കുമോ എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പാരിസിൻ്റെ രക്ഷകനായാൽ ഞാൻ എന്നെന്നും നിങ്ങളോട് കടപ്പെട്ടിരിക്കും. കൗണ്ടോഡോ, നിങ്ങളുടെ ഇപ്പോൾ പ്രധാന ജോലി നോർത്തോമാൻസിൻ്റെ പരാജയം ഉറപ്പാക്കുക എന്നുള്ളതാണ്, ആ കാര്യത്തിൽ നമുക്ക് രണ്ടുപേർക്കും അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതുന്നു എന്ന് പറഞ്ഞ് പ്രിൻസസ് ഗിസ്ല ഇങ്ങനെ കൈ നീട്ടിയതും കൗണ്ടോഡോ ഇങ്ങനെ ഉമ്മ വെച്ചിട്ട് പോകും. എവിടെ ഫ്ലോക്കി പാരിസിൻ്റെ മതിൽ ചുമരുകളുടെ മുകളിൽ കയറാനായിട്ട് ഫ്ലോക്കി കുറേ ഏണികളൊക്കെ അതിതീവ്രമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹിൽഗ വന്നിട്ട്, ഫ്ലോക്കി നിനക്ക് വിശക്കുന്നൊന്നുമില്ല, ഞാൻ കഴിക്കാനായിട്ട് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലോക്കി, എനിക്ക് വിശക്കുന്നൊന്നുമില്ല, എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ഹിൽഗ, എല്ലാവരും എന്നെയാണ് ആശ്രയിക്കുന്നത്, എൻ്റെ കണ്ടുപിടുത്തങ്ങൾ പാരിസിലെ ചുമരുകളിലേക്ക് നമ്മളെ കയറ്റും, നീ നോക്കിക്കോ ഹിൽഗ, നമ്മുടെ പോരാളികൾ ആ മതിലിൻ്റെ മുകളിൽ കയറും. പ്രത്യേകിച്ച് ഫ്ലോക്കി എന്ന കപ്പൽ നിർമ്മാതാവ്, ഫ്ലോക്കി എന്ന ടവർ നിർമ്മാതാവ്, ശരിക്കിത് ഞാൻ മാത്രമല്ല ഉണ്ടാക്കിയത്, ദൈവമാണ് എൻ്റെ കൈകൾ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, കാരണം ഞാൻ അവർക്ക് നൽകിയത് ഒരു വലിയൊരു ബലിയായിരുന്നു, അതവരെ സന്തോഷിപ്പിച്ചു. എങ്ങനെയാണെന്നറിയുമോ ഹെൽഗ, ആത്ലിസ്റ്റിനെ ഞാനാണ് കൊന്നത് എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിരിക്കും. ഇത് കാണുന്ന ഹെൽഗ അങ്ങനെ പേടിച്ചിട്ട് അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ ഓടിപ്പോകും. ഇവിടെ ലോർഡ് ആത്തൽവുൾഫും അദ്ദേഹത്തിൻ്റെ കുറച്ച് സൈനികരും പിന്നെ ബിഷപ്പും ഇവരെല്ലാവരും കൂടെ മേഴ്സിയെ നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് മേഴ്സിയുടെ സൈനികർ വന്ന് ഇവരെ വന്ന് തടഞ്ഞിട്ട് ചോദിക്കും, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ ലോർഡ് ആത്തൽവുൾഫ്, ഞാൻ ആരാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ, ക്യൂൻ കുന്തിനത്തിനും എന്നെ നന്നായിട്ട് അറിയാം, വെക്സസിനെയും നന്നായിട്ട് അറിയാം, കിങ് എഗ്ബത്തിൻ്റെ മോന് അവളോട് സംസാരിക്കണം എന്നുണ്ട്, എന്നെ കാണാൻ അവൾ സമ്മതിച്ചില്ലെങ്കിൽ പിന്നീട് അവൾ ദുഃഖിക്കേണ്ടി വരും, ദേ നോക്ക്, മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ നിന്നെ ജീവനോടുകൂടിയെങ്കിലും വിടാം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് അങ്ങനെ മിരട്ടിയിട്ട് അങ്ങനെ പോകും. എവിടെ കിങ് എഗ്ബത്ത് ജൂഡിറ്റിനോട്, ഒരിക്കൽ നീ റോമൻസിനെ പറ്റി പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, അന്ന് ഞാൻ അത്ഭുതപ്പെട്ടുപോയി, ഇവിടെയുള്ള ആർക്കും തന്നെ അവരെപ്പറ്റി അധികമൊന്നും അറിയില്ല, എനിക്കും അവരെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല, പക്ഷെ കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞത്, എൻ്റെ കയ്യിൽ റോമൻസിൻ്റെ ചില കാര്യങ്ങളൊക്കെ അവരെഴുതിയിട്ടുണ്ട്, ആത്ലിസ്റ്റനാണ് ഇതെനിക്ക് വേണ്ടി മൊഴിമാറ്റി എഴുതി തന്നത് എന്ന് പറഞ്ഞ് ജൂഡിറ്റിന് ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ വായിച്ച് കേൾപ്പിച്ചു കൊടുക്കും. എന്നിട്ട് ജൂഡിറ്റിൻ്റെ ആ മുറിച്ചു മാറ്റിയ ചെവിയിലിങ്ങനെ തൊട്ടിട്ട്, എൻ്റെ അവസാന ശ്വാസം വരെയും നിനക്കും നിൻ്റെ മോൻ ആൽഫ്രണ്ടിനും എൻ്റെ സംരക്ഷണം ഉണ്ടാവും എന്ന് പറഞ്ഞ് ജൂഡിറ്റിനെ ഇങ്ങനെ ഉമ്മ വയ്ക്കും. ഈ കിങ് എഗ്ബത്ത് എന്ന് പറയുന്ന ഈ മനുഷ്യനെ ശരിക്കും മനസ്സിലാക്കാനേ പറ്റുന്നില്ല സുഹൃത്തുക്കളെ. എവിടെ ആത്തൽവുൾഫ് മേഴ്സിയിലെത്തി. കുന്തനത്താണെങ്കിൽ ഒരു മാരിയുള്ള സ്ത്രീയാണല്ലോ, അവൾ അതുപോലെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്നതും ആത്തൽവുൾഫ്, ക്യൂൻ കുന്തനത്ത്, ഞാൻ എൻ്റെ അച്ഛൻ്റെ സന്ദേശവുമായാണ് വന്നത്, നിങ്ങളോടൊപ്പം ഞങ്ങളെ വിശ്വസിച്ച് കൂടെ വന്ന ഞങ്ങളുടെ നോബൽസിനെ നിങ്ങൾ കൊന്നിരിക്കുന്നു, അതിൽ നിങ്ങളെ തെറ്റായിട്ടാണ് അദ്ദേഹം കാണുന്നത്, പഴയതുപോലെ തന്നെ വെക്സസിൻ്റെ നാട്ടുരാജ്യമായിട്ട് തന്നെ മേഴ്സിയ മാറണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഇത് കേൾക്കുന്ന കുന്തനത്തിനാണെങ്കിൽ നന്നായിട്ട് ദേഷ്യം വന്ന്, എന്താടാ എൻ്റെ അച്ഛൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ പറഞ്ഞു, സത്യത്തിൽ നിനക്ക് എത്ര വയസ്സായി ആത്തൽവുൾഫ്, നിനക്കെന്താണ് നിൻ്റെ അച്ഛൻ പറഞ്ഞത് മാത്രമേ നീ ചെയ്യുള്ളൂ, നിനക്കെന്താണ് സ്വന്തമായിട്ട് വികാരവും വിവരവും ഒന്നുമില്ലേ എന്ന് പറഞ്ഞ ആത്തൽവുൾഫിനെ നോക്കി ഇങ്ങനെ റൊമാൻറ്റിക് ആകാനായിട്ട് നോക്കും. പക്ഷേ ആത്തൽവുൾഫ് ആണെങ്കിൽ അങ്ങനെ സ്ത്രീ വിഷയത്തിൽ നല്ല നിയന്ത്രണം ഉള്ള ആളാണ്. അദ്ദേഹം ഇങ്ങനെ ഇവളെ ഇങ്ങനെ ദൂരെ ഇട്ട് തന്നെ സംസാരിക്കും. അപ്പോൾ തന്നെ കുന്തനത്ത്, രാത്രിയായി ഞാൻ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ പോകും.
പോകും. ഇവിടെ കൂടാരമൊക്കെ അടിച്ചിരിക്കുന്ന നമ്മുടെ വൈക്കിങ്സ് എല്ലാവരും കൂടെ ഇങ്ങനെ പരിശീലനമൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എല്ലാവരും കൂടെ ഫ്ലോക്കി ഉണ്ടാക്കിയ ആ ഏണിയൊക്കെ ഇങ്ങനെ നോക്കാനായിട്ട് പോകും. ഇതൊക്കെ നല്ല ബലമുള്ളത്, നല്ല ഭാരം കുറവുള്ളതുമാണ്. ഇതൊക്കെ കപ്പലിൽ വെച്ച് തന്നെ കൊണ്ടുപോകാം. ഇപ്പം റാഗ്നർ എല്ലാം തയ്യാറല്ലേ ഫ്ലോക്കി? അത് എല്ലാം തയ്യാറാണ്. നാളെ തന്നെ നമ്മൾ പാരീസ് ആക്രമിക്കുന്നു. ഇവിടെ മേഴ്സിയിൽ ലോർഡ് ആത്തൽവുൾഫ് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് മേഴ്സിയുടെ സൈനികർ വന്ന് ആത്തൽവുൾഫിനെ കൂട്ടിക്കൊണ്ടുപോകും. പ്രിൻസസ് കുന്തനത്തിൻ്റെ ഇങ്ങനെ മുന്നിൽ കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ ക്യൂൻ കുന്തനത്തെ, പ്രിൻസ് ആത്തൽവുൾഫ്, ഞാൻ നിങ്ങൾക്കായി എൻ്റെ മകനെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് ഇതാണ് പ്രിൻസ് മാഗ്നസ് എന്ന് പറഞ്ഞ് ഒരു ചെറിയ കുഞ്ഞിനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പം ആത്തൽവുൾഫ്, ഇത് നോർത്ത് ദേശക്കാരുടെ പേരാണല്ലോ, നമ്മുടെ ആളുകളുടെ അല്ലല്ലോ. നീ പറഞ്ഞത് ശരിയാണ്, ഇവൻ്റെ അച്ഛൻ്റെ പേര് പോലെ തന്നെയാണ് വച്ചിരിക്കുന്നത്. ഇവൻ്റെ അച്ഛൻ റാഗ്നർ ലോത്ബ്രോക്ക് ആണ് എന്ന് പറഞ്ഞ് പറയാം. അപ്പം ആത്തൽവുൾഫ്, നീ ഞങ്ങളുടെ നോബൽസിനെ കൊല്ലുന്നതിന് മുൻപ് അവർക്ക് നിനക്കിതുപോലൊരു മകനുണ്ടെന്നോ അവരുടെ അച്ഛൻ റാഗ്നർ ലോത്ബ്രോക്ക് ആണെന്നോ അറിയിച്ചിട്ടില്ല. ഇല്ലായിരിക്കാം, പക്ഷേ ഇവൻ്റെ അച്ഛൻ റാഗ്നർ തന്നെയാണ്. ഉറപ്പായിട്ടും റാഗ്നർ തിരിച്ചു വരും. അതിന് കാരണം രണ്ടാണ്. ഒന്ന് മാഗ്നസും പിന്നെ കുടിയേറ്റവും. എന്ത് കുടിയേറ്റോ? അതൊക്കെ ഞങ്ങൾ എപ്പോഴോ ഒഴിവാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞത്. അപ്പോൾ കുന്തനത്ത്, എന്ത് ഒഴിവാക്കിയെന്നോ? അങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ എന്തായാലും തിരിച്ചു വരും, ഒരു പ്രതികാര ബുദ്ധിയുമായിട്ട് തന്നെ. അപ്പം ആത്തൽവുൾഫ്, അങ്ങനെ അവൻ വരുമ്പോൾ മേഴ്സിയിൽ നിന്ന് അവൻ്റെ ഒരു സുഹൃത്ത് ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. അത് കാരണം കൊണ്ട് ഈ കുഞ്ഞ് റാഗ്നറിൻ്റെ ആണെങ്കിലും അല്ലെങ്കിലും ഒരു വ്യത്യാസവുമില്ല. അവനെ നിങ്ങളെ സഹായിക്കാനാവില്ല. അവൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾക്ക് ഞങ്ങളെ ഭയപ്പെടുത്താനുമാവില്ല. അപ്പോൾ കുന്തനത്തിങ്ങനെ ദേഷ്യത്തിൽ അവരുടെ സൈനികരോട് ഇവരെ തീർക്കാനായിട്ട് പറയും. അപ്പം ആത്തൽവുൾഫ് ഇങ്ങനെ ചിരിച്ചിട്ട് പറയും, നീ എന്താണ് ഞങ്ങളെ കൊല്ലാൻ പോണോ? പറ്റുമെങ്കിലൊന്ന് ചെയ്തു നോക്ക്, പറ്റുമെങ്കിലൊന്ന് തൊട്ടു നോക്ക്. ഈ ഒരു കാരണം മതി എൻ്റെ അച്ഛന്. അദ്ദേഹം ഇവിടേക്ക് വരും. അദ്ദേഹം മേഴ്സിക്കെതിരായിട്ട് പടയെടുക്കും. ചിലപ്പോൾ എന്നെ കൊല്ലുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പദ്ധതിയായിരിക്കാം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം സാധിക്കാൻ വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും പോകുമെന്ന് പറഞ്ഞതും ഇത് കേൾക്കുന്ന കുന്തനത്താണെങ്കിൽ എങ്ങനെയും മിണ്ടാതാവും. എന്താണെന്ന് വെച്ചാൽ അവളിങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. ഇവിടെ പാരീസിൽ എംപറർ ചാർലസ്, പ്രിൻസസ് ഗിസ്ല ഇവരെല്ലാവരും ഒരു തരത്തിലുള്ള മുഖംമൂടിയൊക്കെ ഇട്ട് ഇങ്ങനെ ചർച്ചിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെന്തിനാണ് ഇങ്ങനെ മുഖംമൂടിയൊക്കെ ഇട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു യുദ്ധം നടക്കുമ്പോൾ ഇവരുടെ വികാരങ്ങളൊന്നും പുറത്താരും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാണ്. അതേ ദിവസം രാത്രിയിൽ തന്നെ വൈക്കിങ്സ് എല്ലാവരും കൂടെ ദൂരത്തിൽ നിന്ന് പാരീസിനെ നോക്കിയിട്ട് രക്തക്കോടാലിയുടെ നേരം, ഇടിമിന്നലിൻ്റെ നേരം എന്ന് പറഞ്ഞിങ്ങനെ ആർപ്പ് വിളിക്കും. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് കഴിയുന്നു. ഈ കഥയിൽ ഇത്രയും കാലം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു യുദ്ധം നടക്കാനായിട്ട് പോവുകയാണ്. ഈ യുദ്ധത്തിൽ ആരാണ് ജയിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം.